ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് വാഗമണിലേക്കാണ് ഒരു ട്രിപ്പ് പോകുന്നത്. ഞങ്ങളുടെ കസിൻസ് രണ്ടുപേര് ചെന്നൈയിൽ നിന്ന് ഞങ്ങളടുത്തൊന്നും പറയാതെ അവർ വാഗമണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പോയി മീറ്റ് ചെയ്യണമല്ലോ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ 4 പേരും കൂടി പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അതിൽ ഏട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ആയിരുന്നു. സോ ഒരു കേക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഒരു കേക്ക് ഷോപ്പ് പോലും ഞങ്ങൾ അവിടെ കണ്ടില്ല. അങ്ങനെ കേക്ക് ഷോപ്പ് തപ്പി ഞങ്ങൾ വേറൊരു വഴി കൂടെ പോയി. ഞങ്ങൾ ആക്ച്വലി ഇവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റൂട്ടിൽ കൂടി അല്ലായിരുന്നു വന്നത്. ഞങ്ങൾ കേക്ക് നോക്കിയാണ് ഈ റൂട്ടൊക്കെ മാറിപ്പോയത്. അപ്പോൾ ചെറിയ വഴിയായിരുന്നു. പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പോൾ ഓക്കെ, പക്ഷെ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല വൈബായിരുന്നു കേട്ടോ പോകാനൊക്കെ. പിന്നെ അവർ താമസിക്കുന്ന ഹോട്ടൽ ഏതാണെന്നൊക്കെ ഞങ്ങൾ അവൻ്റെ അനിയത്തിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് അവിടെ റൂം കിട്ടുമോയെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവിടെ റൂം അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ റൂമൊക്കെ എടുത്തു. ഞങ്ങൾ പോകുമ്പോൾ അവരവിടെ ഉണ്ടാവുമോ അല്ലെങ്കിൽ എവിടെയും പോകുമോ എന്നൊക്കെ കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. പക്ഷെ നല്ല മഴയായതുകൊണ്ട് ഒരു ഉറപ്പുണ്ടായിരുന്നു ഇവരിപ്പോൾ എവിടെയും പോവില്ല, റെസ്റ്റ് എടുക്കുകയായിരിക്കും. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി. പിന്നെ അവൻ്റെ റൂം കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ഇവരാണെങ്കിൽ ബുക്ക് ചെയ്തൊരു ട്രീ ഹൗസ് ഒക്കെയാണ്. സോ ട്രീൻ്റെ മേലെ കയറി പോകണമല്ലോ ഞങ്ങൾ. അപ്പോൾ അവരതിന് വേണ്ടി കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കയറി മെല്ലെ സൗണ്ട് ഉണ്ടാക്കാതെ ഞങ്ങളൊക്കെ പോവാണ്. നിങ്ങളുടെ പ്ലാൻ സർപ്രൈസ് ആരടാ ഞങ്ങളെല്ലാരും കേരളത്തിലാണ്. ഞങ്ങൾ അറിയില്ല ഇല്ല, പ്ലാനേ ഇല്ലായിരുന്നു. ശരി നീ ചോദിക്ക Happy birthday to you. നന്നായി കട്ടി. Happy birthday to you. Happy birthday to you. Happy birthday to you, Rakesh Bhog. Happy birthday to you. മെൽറ്റ്. ഇത് സർപ്രൈസ് അല്ല, പ്രതീക്ഷിക്കല്ല. നിങ്ങൾക്ക് ഒരു സങ്കടം ദേഷ്യാവും. അപ്പൊ അവിടെ പോയിട്ടായിരിക്കും അറിയാം. ഹാപ്പി ബർത്ത്ഡേ പറയാൻ പാടില്ല. ഇവരെ ഞങ്ങളെ കണ്ടതും നല്ലപോലെ സർപ്രൈസ്ഡ് ആയി. ഇവരൊട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളിവിടെ എത്തുന്നു, ഞങ്ങളിവിടെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യേണ്ടി വരുന്നൊക്കെ. പിന്നെ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഞങ്ങൾക്ക് ട്രീ ഹൗസ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, അത് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വേറൊരു റൂം എടുത്തത്. ഇതാണ് ഞങ്ങളുടെ റൂം. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരു റൂമിൽ കൂടി ഫുഡ് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടി ഞങ്ങൾക്ക് സംസാരമാണല്ലോ മെയിൻ. ഞങ്ങൾ പിന്നെ എവിടെയെങ്കിലും ട്രിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പ്ലേസ് കാണുന്നതിനെക്കാട്ടും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ.
ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സംസാരിക്കാനും. കാരണം ഒരുപാട് നാൾക്ക് ശേഷമായിരിക്കും ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. സോ ഒരുപാട് സ്റ്റോറീസും പറയാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടേക്ക് ഇരുന്ന് സംസാരിച്ച് ഈവനിങ് ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഞ്ഞുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് മഴ അത്രയ്ക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നല്ല വൈബ് തന്നെയായിരുന്നു, തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും നൈറ്റായി. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടുന്ന് റൂമിലേക്ക് പോയി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു എൻട്രൻസ് വ്യൂ എന്ന് പറയുന്നത് ഹോട്ടലിലേക്കില്ലേ. ഞങ്ങൾ റിസോർട്ടിലേക്ക് കയറുമ്പോഴേക്കും മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചൂരിലോണ്ടൊരു കുടയൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അവിടെ നനയ്ക്കാണ്ടിരിക്കാൻ പറ്റും. പിന്നെ അവിടെ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. സോ അവിടെ പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോയത്. അവിടെ എത്തിയത് ഇച്ചൂസ് ഫുൾ ഹാപ്പി ആയിരുന്നു. അവൾക്ക് കളിക്കാൻ നിറയെ സ്ഥലം കിട്ടി. അവൾ എവിടേക്ക് കുറേ ഓടി ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കയറി ചെന്നതും സോനുവും രാകേശ്വരനും കൂടി ഫസ്റ്റ് കളിച്ചു. പിന്നെ അത് കഴിഞ്ഞ് സോനുവിനെ ഔട്ടാക്കിയിട്ട് കുട്ടു കയറി. പിന്നെ ഇവരെന്തൊക്കെയോ ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഇച്ചൂസിനെ കളിക്കാൻ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അങ്ങനെ ആ വാശി തീർക്കാൻ വേണ്ടി ഇച്ചൂസ് എന്നെ വിളിച്ച് താഴെ കളിക്കാൻ അമ്മ എന്നും പറഞ്ഞ് അവളും 2 ബാറ്റും എടുത്ത് കളിക്കാൻ വേണ്ടി ഇറങ്ങി. ഇച്ചൂസ് എന്തായാലും ഫുൾ ഹാപ്പിയാണ്. അവള് ജയിച്ചു എന്നൊക്കെയാണ് അവള് പറയുന്നത്. പിന്നെ ഞങ്ങൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ച് നീങ്ങി കിടന്നുറങ്ങിയിട്ടോ. പിന്നെ പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ ഇച്ചൂന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നു. അപ്പോഴും നല്ല തണുപ്പുണ്ടായിരുന്നു. ആൾക്ക് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ തണുത്തോണ്ട് ആൾക്ക് ഇറങ്ങാനും ഒരു മടി. പിന്നെ കൈയും കാലും ഒക്കെ ഇട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ഞാൻ ഇറങ്ങാന്നൊക്കെ പറഞ്ഞു. പിന്നെയും ആളങ്ങോട്ട് മടിച്ചു. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്കേ ഇറങ്ങാൻ വയ്യ. പിന്നെ ഇച്ചൂസിന്റെ സ്ഥിരം ഡാൻസ്, ഒരു റീൽ എടുക്കാമെന്നും പറഞ്ഞിട്ട് ആളെ ഇറന്ന് ഡാൻസ് കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി ഇറങ്ങി. ഇന്ന് പിന്നെ ഇന്നലത്തെ പോലെ മഴയൊന്നും ഇല്ലായിരുന്നു, ക്ലൈമറ്റൊക്കെ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. പക്ഷേ ഇച്ചൂസ് ആണെങ്കിൽ ഒരടി താഴോട്ട് ഇറങ്ങുന്നില്ല. ഇച്ചൂസിനെ എടുത്തുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ഓപ്ഷനും നമുക്കില്ല. അവരെന്തായാലും ഇച്ചൂസിനെ താഴെ തന്നെ നടത്തിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ആദ്യം അവരൊക്കെ കയറി നിന്ന് അത് കഴിഞ്ഞ് അവരൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഇച്ചൂസിനെ കൊടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കയറുന്നത്. ഇതിൽ കയറുമ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. ഇച്ചൂസ് അതിൻ്റെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇച്ചൂസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആൾ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ, കാരണം ഇച്ചൂസ് അവൻ്റെ കയ്യിലല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഇച്ചൂസ് പിന്നെ അവിടെ ഒരു ബബിൾസ് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. സോ അത് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ അവളിനെക്കാട്ടും കൂടുതൽ കളിക്കുന്നത് അവളുടെ അച്ഛനാണ്. കുട്ടിക്കളി മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. അവള് ചോദിച്ചിട്ട് പോലും കൊടുക്കുന്നില്ല. അവളിനെക്കാട്ടും കൂടുതൽ കളിക്കുന്നത് അവളുടെ അച്ഛനാണ്. പിന്നെ അത് കഴിഞ്ഞ് എവിടെ പോയാലും ഞങ്ങൾക്ക് ഒരു റീല് മസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ റീലിന് വേണ്ടി സെറ്റ് ചെയ്യാണ്. കാരണം വേറെ ആരും അവിടെ ഇല്ല വീഡിയോ ഒന്നും എടുത്തു തരാൻ. സോ സെൽഫി സ്റ്റിക്കിൽ ഫോണൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇച്ചൂസിനെ നോക്കണമല്ലോ. അതുകൊണ്ട് അവളിനെ എൻ്റെ ബാക്കിൽ എൻ്റെ കാലിൻ്റെ അടുത്ത് അവളുടെ 2 മാങ്ങ പീസും കൊടുത്തിട്ട് അവളിനെ അവിടെ സൈഡാക്കി. പിന്നെ എവിടെ പോയാലും എനിക്ക് കപ്പിളായിട്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ സമാധാനമാവില്ല. അപ്പോൾ ഒരു റീൽ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയായില്ല എന്നും പറഞ്ഞ് 2ാമത് എടുക്കുകയാണ് മേഘ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഹോട്ടലിൽ. എവിടെ ഇച്ചൂസ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉണ്ടോ അവളുടെ അച്ഛനെ വിളിച്ച് നേരെ അവിടെ പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു. സോ അവിടെ പോയി കളിക്കാൻ പോയി. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് തന്നിട്ടാണ് ഇച്ചൂസിനെ എടുത്തത്. പിന്നെയാണ് അവളുടെ അച്ഛനെ ഫുഡ് കഴിക്കാൻ അവൾ വിട്ടത്. അവൾ പിന്നെ പ്ലേ ഏരിയ ഒന്നും കണ്ടാൽ പെട്ടെന്നൊന്നും അവിടെ നിന്ന് അങ്ങോട്ട് വരില്ല. പിന്നെ അവൾക്ക് കളിച്ച് മതിയായി അവൾ പോവാന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഒരു ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയായിരുന്നു. പക്ഷേ ഡ്രൈവറായിട്ട് പറഞ്ഞു മഴ ആയതുകൊണ്ട് റിസ്ക്കാണ്, എന്നാലും നമുക്ക് പോയി നോക്കാം, മഴ കുറവാണെങ്കിൽ നമുക്ക് നല്ലോണം ഉള്ളിലോട്ടേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് പകുതിക്ക് വെച്ച് തിരിച്ചു വരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. 2 സൈഡും നല്ല പോലെ വെള്ളം ചാടുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു റോഡും. കാരണം ഓഫ് റോഡല്ലേ, ഓഫ് റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ഫുൾ ചളിയും കല്ലും. ഞങ്ങൾക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡ്രൈവർ അങ്കിൾ ഓക്കെയാണ്, നമുക്ക് പോവാം, വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. കുറച്ച് മഴ കുറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതേപോലെ തന്നെ തിരിച്ച് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഡ്രൈവർ അങ്കിൾ കൂടെ ഇല്ലതുകൊണ്ട് ഞങ്ങളും പോയി.
പിന്നെ എന്ത് മഴയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ഫോട്ടോ മസ്റ്റാണല്ലോ, അതുകൊണ്ട് മഴയൊന്നും കാര്യമാക്കുന്നത് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ തിരിച്ച് വന്നു. അധികം അവിടെ നിന്നില്ല, എന്നാലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു. ഈവനിങ് ആയപ്പോൾ എല്ലാവരും കൂടി പോയി ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓക്കെയും പറഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല മഞ്ഞ്, റോഡ് പോലും കാണാനില്ല. ഒന്നാമത് അറിയാത്ത റൂട്ടാണ്, ചായക്കട എവിടെയാന്ന് പോലും അറിയില്ല. ഞങ്ങളിന്ന് തപ്പി കണ്ടുപിടിച്ചു. ഒരാൾ പോലും ഇല്ലായിരുന്നു റോഡിലൊന്നും, കാരണം മഞ്ഞ് കാരണം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല പോലെ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയൊക്കെ ചായക്കടയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഓരോ ചായയും കുടിച്ച് നേരെ റൂമിലേക്ക് വന്നു കേട്ടോ. റൂമിൽ വന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളുടെ അമ്മമാരെല്ലാവരും കൂടി ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ അങ്ങോട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് മനീഷ് ചേച്ചി നഗേശ്വരനും കൂടി അവർ ട്രെയിൻ അവരുടെ ഉച്ചയ്ക്കായിരുന്നു. സോ അവർ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കും പോയി. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്കും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ മെറൈൻ ഡ്രൈവിലൊക്കെ കയറിയിട്ടാണ് പോയത്. പിന്നെ എവിടെ പോയാലും ഇച്ചൂസിൻ്റെ ഡാൻസ് മസ്റ്റാണ്. സോ ഇച്ചൂസ് കുറേ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇച്ചൂസ് അവിടെ നിന്ന് കുറേ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇച്ചൂസിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ബൈ.